ഹലോ എവരിബഡി, വെൽക്കം ടു 10th ഈസി വിത്ത് MG. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൻറ്റി കോളിനർജിക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആൻറ്റി കോളിനർജിക് എന്ന് പറയുന്നത് അസറ്റൈൽ കോളിനെ ACHനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗുകളെയാണ് നമ്മൾ ആൻറ്റി കോളിനർജിക് ഡ്രഗുകൾ എന്ന് പറയുന്നത്. ഈ ആൻറ്റി കോളിനർജിക് ഒരു മസ്കാരനിക് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്, അട്രോപിനിക് ആണ്, അതുപോലെ തന്നെ സിമ്പത്തോലൈറ്റിക് ആണ്. ഇവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിക്കോട്ടിനിക് റിസപ്റ്ററിലൂടെയോ അല്ലെങ്കിൽ ഗാംഗ്ലിയോണിക് റിസപ്റ്റേഴ്സ്, അതിന് വേറെ പേരാണ്, അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ബ്ലോക്കേഴ്സ്, അതിലൂടെ ACHനെ ബ്ലോക്ക് ചെയ്യലാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ഷൻ. ഇനി നമുക്ക് ഇവരുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ, സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് ആയിട്ടാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാച്ചുറലിൽ വരുന്നത് ഹയോസിനും അട്രോപ്പിനുമാണ്. ഇത് പഠിക്കാൻ നമുക്കൊരു ഈസി ആയിട്ടുള്ള ന്യൂമോണിക് പറയാം. ഈ ന്യൂമോണിക് ഈസി ഡെന്റിസ്ട്രി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഹിറ്റ് മൈ വാൻ ഇൻ ആൻ ആക്സിഡൻറ്റ് ക്വയറ്റ്ലി എന്ന ന്യൂമോണിക് വെച്ചിട്ട് നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് നാച്ചുറലുള്ളതിൽ നമുക്ക് എന്ന് പറയുമ്പോൾ A for അട്രോപ്പിനും H for ഹയോസിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സെമി സിന്തറ്റിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ ഹി എന്ന് പറയുമ്പോൾ H for ഹോമട്രോപ്പിനും, പിന്നെ H for ഹയോസിൻ മീഥൈൽ ബ്രോമൈഡ്, I for ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻഡ് T for ടയോട്രോപ്പിയം ബ്രോമൈഡ്. അപ്പോൾ സെമി സിന്തറ്റിക്കിൽ വരുന്നതാണ് 1 ഹോമട്രോപ്പിൻ, ഹയോസിൻ മീഥൈൽ ബ്രോമൈഡ്, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻഡ് T for ടിയോട്രോപ്പിയം ബ്രോമൈഡ്. ഇനി സിന്തറ്റിക് ആണ്. സിന്തറ്റിക്കിൽ നമ്മൾ കുറച്ചും കൂടെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ MY എന്നുള്ളതിന് മിട്രിയാറ്റിക് എന്നാണുള്ളത്. ഈ മിട്രിയാറ്റിക്കിൽ വരുന്നതാണ് സൈക്ലോപെൻഡോലൈറ്റും ട്രോപ്പിക്കാമൈഡുമാണ് ഈ പറഞ്ഞ മിട്രിയാട്രിക്കിൽ വരുന്നത്. അടുത്തത് വാൻ എന്നത് വെച്ചിട്ട് നമുക്ക് വാസോ സെലക്റ്റീവ് എന്ന് പറയും. അതിൽ ഓക്സിബ്യൂട്ടിലിനും ഫ്ലാവോക്സീറ്റും ടോൾട്ടറോഡിനുമാണ് വാസോ സെലക്റ്റീവിൽ വരുന്നത്. ഇനി നമ്മൾ ആൻ എന്ന് പറയുമ്പോൾ ആൻറ്റി പാർക്കിസോണിയമാണ്. ആൻറ്റി പാർക്കിസോണിയത്തിൽ വരുന്ന ഡ്രഗ്സാണ് പൈപ്പരിഡിനും പ്രോസൈക്ലിനുമാണ് ആൻറ്റി പാർക്കിസോണിയത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ആൻറ്റി സെക്രീറ്ററി ആൻഡ് ആൻറ്റി സ്പാസ്മോഡിക്. അത് ആക്സിഡൻറ്റ് എന്നതിൽ നമുക്ക് ആൻറ്റി സെക്രീറ്ററി ആൻറ്റി സ്പാസ്മോഡിക്കാണ് വരുന്നത്. ഇനി ക്വയറ്റ്ലി എന്നുള്ളതിൽ നമ്മൾ നെക്സ്റ്റ് ക്വാട്ടേണറിയും ടെർഷ്യറുമാണ് വരുന്നത്. ഇനി ക്വാട്ടേണറിയിൽ വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ക്വാട്ടേണറിയിൽ വരുന്നതാണ് പ്രൊപ്പാൻത്രിനും ക്ലിഡിനിയം ഐസോപ്രോപ്പമൈഡാണ് ക്വാട്ടേണറിയിൽ വരുന്നത്. അതുപോലെ സൈക്ലോപെൻഡോലേറ്റും ക്വാട്ടേണറിയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ടെർഷ്യറിയിൽ വരുന്നതാണ് ഡൈസൈക്ലോമിനും വാലത്തമൈറ്റും പൈറസെപ്പിനുമാണ് ടേർഷ്യറി ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അട്രോപ്പിനെ കുറിച്ച് പറയാം. അട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പാണ്. ഹൈലി സെലക്റ്റീവ് ഫോർ മസ്കാരനിക് റിസപ്റ്ററാണ് ഈ അട്രോപ്പിൻ. ഇനി നമ്മൾ അവരുടെ മെക്കാനിസത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെക്കാനിസം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ന്യൂമോണിക് വെച്ചിട്ടുണ്ട്, അതായത് സ്ലഗ് ബഗ് എന്നതിൽ നമ്മൾ എസ് എന്ന് പറയുന്നത് ആൻറ്റി എസ് എന്ന് പറയുമ്പോൾ എന്താണ്, സെലൈവേഷനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ സ്വെറ്റിനെയും ഡിക്രീസ് ചെയ്യിപ്പിക്കുക. ആൻറ്റി എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാക്രിമേഷനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുക. ഇതാണ് 2 എണ്ണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി യു എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിനേഷനെ കുറയ്ക്കുക, ദാറ്റ് ഈസ് യൂറിനേഷനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ആൻറ്റി യു. നെക്സ്റ്റ് ആൻറ്റി ജി എന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുക. GITയിലുള്ള പെരിസ്റ്റാൾസിസിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ആൻറ്റി ജി എന്ന് പറയുന്നത്. അടുത്തതാണ് ആൻറ്റി ബി എന്ന് പറയുന്നത് ബ്രോങ്കോ ഡൈലേഷനാണ്. ആൻറ്റി എ എന്ന് പറയുന്നത് അബ്ഡോമിനൽ മസിൽസിൻ്റെ റിലാക്സേഷനും. ആൻറ്റി എം എന്ന് പറയുന്നത് മിഡ്രിയാസിസുമാണ്. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള മെക്കാനിസം. അപ്പോൾ സ്ലഗ് ബഗ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മെക്കാനിസം കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അവരുടെ ഫാർമക്കോകൈനറ്റിക് ആണ്. മെയിനായിട്ട് ഇവർ അബ്സോർബ് ചെയ്യുന്നത് GITയിലും അതുപോലെ തന്നെ നമ്മുടെ കോർണിയയിലുമാണ് മെയിനായിട്ട് ഇവരുടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ദാറ്റ്സ് BBB എന്ന് ഷോർട്ടാക്കി കഴിഞ്ഞാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ഇവിടെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും. എക്സ്ക്രീഷൻ യൂറിനിലൂടെയും മെറ്റബോളിസം 50% ലിവറിലൂടെയുമാണ് വരുന്നത്. ഇനി നമ്മൾ അവരുടെ അട്രോപ്പിൻ്റെ യൂസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ സെക്രീഷനൊക്കെ കുറയ്ക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം എന്താണ്, ഒരു അനസ്തേഷ്യയുടെ മുന്നേ പ്രീ അനസ്തെറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അട്രോപ്പിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സർജറീസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്രീഷനൊക്കെ ലിമിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ കൊടുക്കാം. അബ്ഡോമിനൽ ക്രാമ്പ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഫണ്ടോസ്കോപ്പി, നമ്മുടെ മസിലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കാനും, ഫണ്ടോസ്കോപ്പിൻ്റെ സമയത്ത് മസിൽസ് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അട്രോപ്പിന് കൊടുക്കാൻ പറ്റും.
അടുത്തെന്ന് പറയുന്നത് ന്യൂറോജനിക് ഡിസോർഡർ ഉള്ള പേഷ്യൻറ്റുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ വരും. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ വരുമ്പോൾ അതിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് അട്രോപ്പിൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ബ്രോങ്കോ ഡയലേറ്ററായിട്ടും അതുപോലെ തന്നെ പാർക്കിസോണിസത്തിൽ നമുക്ക് ട്രെമർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന് കൊടുക്കാം. അതുപോലെ നമുക്ക് മോഷൻ സിക്നെസ്സിനും അട്രോപ്പിന് കൊടുക്കാൻ പറ്റും. മെയിൻലി സിവിയർ ആയിട്ടുള്ള കേസിലും മൈൽഡ് ആയിട്ടുള്ള കേസിലുമാണ് നമ്മൾ മോഷൻ സിക്നെസ്സിന് ഈ പറഞ്ഞ അട്രോപ്പിൻ ഡ്രഗ് കൊടുക്കുന്നത്. അതിൽ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ഹയോസിനും മൈൽഡ് ആയിട്ടുള്ള കേസിൽ ഡൈസൈക്ലോമൈനുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അട്രോപ്പിന് നമ്മൾ മഷ്റൂം പോയ്സണിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ സലൈവേഷൻ കുറയ്ക്കാനാണ് നമ്മൾ ഈ അട്രോപ്പിൻ യൂസ് ചെയ്യണത്. അങ്ങനെ സലൈവേഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരീസിൻ്റെ അളവ് കൂടും. ഓറൽ കനീഡിയാസിസ് ആണ് നമ്മൾ ഇവിടെയുള്ള ക്യാരീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സലൈവേഷൻ കുറഞ്ഞാൽ ക്യാരീസ് കൂടുതലായിട്ടുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഫാർമക്കോളജിക് മാനേജ്മെൻറ്റിൽ നമ്മൾ പറയുന്നത് ബെല്ലഡോണ പോയ്സണിങ് ആണ്. ബെല്ലഡോണ പോയ്സണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡെക്റ്റൂരയുടെ ഫ്രൂട്ടോ സീഡുകൾ കൺസെപ്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇതാണ് ബെല്ലഡോണ പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ലഡോണ പോയ്സണിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മെയിൻലി ചിൽഡ്രനിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡ്രൈ മൗത്ത് ആയിരിക്കും, ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, മിക്ചുറേഷൻ കുറയും, നമ്മുടെ ഡയലേഷൻ പ്യൂപ്പിൾ ഡയലേറ്റഡ് ആവും, കോമ സ്റ്റേജിലേക്കും ഹൈപ്പർ ടെൻഷനിലേക്കും ഒക്കെ കടക്കാം. ഇതാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പറയുന്നത്. മെയിനായിട്ട് കുട്ടികളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ബെല്ലഡോണ പോയ്സണിങ് ഉള്ള കുട്ടിയെ ഒരു ഡാർക്ക് റൂമിൽ വെക്കുക. അതുപോലെ തന്നെ ഫയോസ്റ്റിക്മൈൻ ഒരു 1 to 3 mg കൊടുക്കുക. ഒരു 4 to 6 ഹവേഴ്സിൻ്റെ ഇടവേളയിൽ വെച്ചിട്ട് ഫയോസ്റ്റിക്മൈൻ കൊടുക്കാം. അപ്പോൾ അത്രയുള്ള ആൻറ്റികോളിനർജിക്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്. ബൈ.